സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലിലുള്ള പ്ലേ ലിസ്റ്റിൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന പ്ലേ ലിസ്റ്റിൽ ചാപ്റ്റർ നമ്പർ 11 നിങ്ങൾ കണ്ടാൽ മതിയാകും. സോ അതുപോലെ തന്നെ ഈ ചാനലിൽ 2 സെഷനുകളായിട്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു മോർണിംഗ് സെഷനും ഈവനിങ്ങിൽ പോസ്റ്റ് മാർക്കറ്റ് സെഷനുമായിട്ട് 2 എണ്ണമാണ്. ഇത് രണ്ടും ബാക്ക് ടു ബാക്ക് കാണുന്നവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ആ ദിവസം സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ കിട്ടും. പോസ്റ്റ് മാർക്കറ്റിൽ ഡാറ്റയിൽ കൂടുതലായിട്ട് ന്യൂസും മറ്റ് അനലൈസിസ് ഒക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഫോളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയൊരു ഹൈസൊക്കെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇസ്രയേൽ വാറിൻ്റെ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ കാശുള്ളവർക്ക് മാർക്കറ്റിലോട്ട് കാശ് പമ്പ് ചെയ്യാൻ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ പേടിയാണ് മാർക്കറ്റിൽ നിന്ന് അവരെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന. കാരണം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ചെറിയ നഷ്ടമാണെങ്കിലും അതെല്ലാം പിൻവലിച്ച് മാറി നിന്ന് ഈ പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം തിരിച്ചു വരാം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി വലിയ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു അൺസർട്ടനിറ്റിയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിന് കാരണമാകുന്നത്. രണ്ടാമത് ഇന്ത്യയിൽ എലക്ഷൻ അടുത്ത് വരികയാണ്. അതുപോലെ പൊളിറ്റിക്കലി ആര് ഇനി ഭരിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു പിക്ചർ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. സോ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സമാധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടാൽ ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവർ നല്ല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് കാശ് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഗോൾഡിൻ്റെ പ്രൈസ് മിഡിൽ ഈസ്റ്റിലുള്ള ഈ ടെൻഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. സോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു മെറ്റൽ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മെറ്റൽ എന്ന രീതിയിൽ എന്താ പറയുക, റീറ്റെയിലേഴ്സ് കൂടുതലും അതിലേക്ക് താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഫോളോ വരാനുള്ള ഒരു കാര്യം. പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ടെൻഷനാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നതും. ദെൻ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഷുഗർ സ്റ്റോക്കുകൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഷുഗർ സ്റ്റോക്ക് എക്സ്പോർട്ടിങ് ബാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നില്ല ഈ വർഷം. സോ ഇവിടെ എക്സ്പോർട്ടിങ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഷുഗർ സ്റ്റോക്കുകൾക്ക് അതിന് നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. DLF 2200 കോടി രൂപയുടെ ഒരു പുതിയ ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ DLF ഹോൾഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ന്യൂസ് തന്നെയാണ്. സൺ TV നെറ്റ്വർക്ക് അവരുടെ ഒരു പുതിയ സൺ നിയോ എന്ന ഒരു പുതിയ ചാനൽ പ്രക്ഷേപണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 15-ാം തീയതി വോഡാഫോൺ ഐഡിയയുടെ 18,000 കോടിയുടെ FPO 18-ാം തീയതി മുതലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുക. സോ തീർച്ചയായിട്ടും അതൊരു വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. അതേപോലെ അംബുജ സിമെൻറ്റ് അവരുടെ പുതിയ ഗ്രൈൻഡിങ് യൂണിറ്റ് 1.5 മെട്രിക് ടൺ കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയുക ഗ്രൈൻഡിങ് യൂണിറ്റ്, സിമെൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ് തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ഞാൻ എടുത്തു വച്ചിരുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ FTSE 10 പോയിന്റ് റെഡിലാണ്, CAC 84 പോയിന്റ് ഗ്രീനിലാണ്, അതേപോലെ DAX 183 പോയിന്റ് ഗ്രീനിലാണ്. സോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണെന്ന് പറയാം. ഗിഫ്റ്റ് നിഫ്റ്റി, അതായത് ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റി 22,389 ട്രേഡിംഗ് നടക്കുന്നത്. 36 പോയിന്റ് ഗ്രീനിലാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. നിക്കി 290 പോയിന്റ് റെഡിലാണ്. ഹാങ്സെങ് 121 പോയിന്റ് റെഡിലാണ്. ഇന്ത്യയിലുള്ള ചൈനയുടെയും ജപ്പാൻ്റെയും മാർക്കറ്റുകൾ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 180 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 167 പോയിൻറ്റിൻ്റെ അഥവാ 0.75% ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,339 നിന്നും 66 പോയിൻറ്റ് നഷ്ടത്തിൽ 22,273 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസത്തേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 17 എണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 33 എണ്ണം ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ONGC, ഹിന്ദാൽകോ, മാരുതി, നെസ്ലെ ഇന്ത്യ ഇതൊക്കെയാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സ്റ്റോക്കുകൾ. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് പൊക്കാൻ ശ്രമിച്ചപ്പോൾ വിപ്രോ, UPL, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ് ഈ കമ്പനികളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ വലിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 306 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 183 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ വിക്സ് 8.15% വർദ്ധിച്ച് 12.47 അവസാനിച്ചിരിക്കുന്നത്. നോർമലി ഇന്ത്യ വിക്സിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഫിയർ ഇൻഡെക്സ് എന്താണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും ഫിയർ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ വിക്സ് വർദ്ധിക്കുമ്പോൾ മാർക്കറ്റ് വീഴുക തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇന്ന് CPR നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ല. സോ നാളത്തേക്ക് ചെറിയ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. വീഴുകയാണെങ്കിലും കയറിപ്പോവുകയാണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി 48,058 ആരംഭിച്ചു 284 പോയിന്റ് നഷ്ടത്തിൽ 47,773 അവസാനിച്ചു. ഫിൻ നിഫ്റ്റി 21,293 ആരംഭിച്ചു 146 പോയിന്റ് നഷ്ടത്തിൽ 146 അവസാനിച്ചു. സെൻസെക്സ് 73,315 ആരംഭിച്ച് 84 പോയിന്റ് ലാഭത്തിൽ 73,400 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,810 ആരംഭിച്ചു 9 പോയിന്റ് നഷ്ടത്തിൽ 10,801 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സെൻസെക്സ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് തന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. 85 രൂപ, 85 US ഡോളർ. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $85 ഇന്നത്തേത്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $2,355 ഇറങ്ങി വന്നിട്ടുണ്ട്. $2,400 മുകളിൽ എത്തിയിരുന്നു, അതാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. USD INR റേറ്റ് ഏറ്റവും മോശമായ ഒരു വർഷത്തെ ഏറ്റവും വേസ്റ്റ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 83 രൂപ 45 പൈസയാണ് ഒരു US ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. മൊത്തത്തിൽ ഈ മാസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 10,362 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,232 കോടിയുടെ ബൈയിങ് നടത്തി. മൊത്തത്തിൽ 1,870 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് 0.58% ലോസിലാണ്. അതേസമയത്ത് നിഫ്റ്റി മീഡിയ 2.23% നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ എല്ലാ ETFകളും ഇന്ന് 1% കൂടുതൽ, അതായത് ഓട്ടോബീസ് ഒക്കെ ആണെങ്കിൽ 2% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വളരെ മോശം അവസ്ഥയാണിത്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM ഇന്ന് 7.54% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ബന്ധൻ ബാങ്ക് 3.85% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ആസ്റ്റർ DM, ONGC, ഹിന്ദാൽകോ, മാരുതി, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ, ഭാരതി എയർടെൽ, ആസ്ട്രൽ, ജിന്ദാൽ സ്റ്റീൽ, NTPC, ഭാരത് ഫോർജ്, റിലയൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ബന്ധൻ ബാങ്ക്, IEX, ശ്രീറാം ഫിനാൻസ്, വിപ്രോ, UPL, PFC, ലോറസ് ലാബ്സ്, ICICI ബാങ്ക്, TVS മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, ബജാജ് ഫിൻ സർവീസസ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 381 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,874 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.64 ആണ്. ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് അത് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ 0.71 ആയിരുന്നു, ഇന്ന് 64 ആണ്. മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് പോകുന്നതായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്പോട്ട് പ്രൈസ് 22,273 അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 91 പോയിന്റ് മുകളിലായിട്ട് 22,364 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 22,700 1,16,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,000 1,15,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് പുട്ടും കോളും. നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.558 കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർലി ബെയറിഷ് ആണത്. 47,773 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 55 പോയിന്റ് മാത്രം മുകളിലായിട്ട് 47,828 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 48,000 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 47,000 27,00,000 പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത്. ഇനി പ്രധാനപ്പെട്ട
കമ്പനികളുടെ നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ക്രിസിൽ ലിമിറ്റഡ് നാളെയാണ്, SG Mart ലിമിറ്റഡ്, ഡെൻ നെറ്റ്വർക്ക്സ്, ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി, ഇൻറ്റഗ്ര എസൻഷ്യ, ശ്രീരാം പ്രോട്ടീൻസ്, ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ദെൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് ഒത്തിരി ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ US FDA ഡാലി സ്പീച്ച്, ചൈന ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, ചൈന റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ചൈന GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി ഹോൾസെയിൽ പ്രൈസസ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവൻറ്റുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഈവൻറ്റ്സ് അപ്ഡേറ്റ് ആവുന്നത് ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടും, ന്യൂസോ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ ഒന്ന് അയച്ചു തരാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 1309 രൂപയുടെ മാത്രം ഒരു പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 15 ട്രേഡിൽ നിന്നായിട്ട് 1:1.09 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.22% അഥവാ 1309 രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 315 രൂപ ലോസാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 1480 രൂപ ലോസാണ്, ഫിൻ നിഫ്റ്റിയിൽ 2000 രൂപ ലോസാണ്, മിഡ് ക്യാപ്പിൽ ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല, സെൻസെക്സിൽ 1800 രൂപ ലോസാണ്, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 6920 രൂപ പ്രോഫിറ്റാണ്. ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നത് 360 രൂപയുടെ മാത്രം ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 11.3% ലോസിലാണ്, ഫിൻ നിഫ്റ്റി 4.6% ലോസാണ്, മിഡ് ക്യാപ്പ് ഇന്ന് ഈ മാസം 32% ഉണ്ട്, സെൻസെക്സ് 28% ഉണ്ട്, ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് 27% ഉണ്ട്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 12.17% പ്രോഫിറ്റിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ദെൻ ഇന്നത്തെ റാസ് ലെവൽസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഘോരഘോരം പ്രസംഗിച്ച് ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നും ഒന്നും കിട്ടിയില്ല, നേരെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ കിട്ടി. ഇന്നത്തെ ഡേ ലോ വരും എന്ന പ്രതീക്ഷിച്ചിരുന്ന 10,874 ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് വന്നു. അതിന് ഒരുപാട് താഴെ നമ്മുടെ റാസ് ലെവൽസിൻ്റെ ഏറ്റവും താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പണായി. സപ്പോർട്ട് 3 വന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ കിട്ടിയില്ല. അതേസമയത്ത് ബാങ്ക് എക്സ് ആണെങ്കിൽ അതിനേക്കാളും ഹെവി ആയിട്ട് വളരെ താഴെ പോയിട്ടാണ് ഓപ്പൺ ആയത്, അവിടെ നിന്ന് ഫർദർ ഫോൾ ആണ് ഉണ്ടായത്. സോ ഇന്നത്തെ ട്രേഡ് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് സംശയമാണ്. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടാനുള്ളത് മന്ത്ലി CPR ആണ്, അതായത് 22,170 130ൻ്റെയും 175ൻ്റെയും ഇടയിലുള്ള ആ ഒരു സോണിലാണ് നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടേണ്ടത്. കാരണം ഇവിടെ സപ്പോർട്ട് നോർമലി എടുത്തുകൊണ്ടിരുന്ന സപ്പോർട്ട് പൊട്ടിയിട്ടുണ്ട്. സോ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി 22,130 വരെ മാർക്കറ്റ് ഇറങ്ങി വന്നില്ലെങ്കിൽ 22,170 വരെയെങ്കിലും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ഒരു ഫർദർ തിരിച്ചുപോക്ക് ഉണ്ടാകും എന്നാണ്. തിരിച്ചു പോകാനുള്ള മാർക്കറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ഫർദർ ഫോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവും മറ്റന്നാൾ വരുന്ന ദിവസങ്ങളിൽ. മറ്റന്നാൾ മാർക്കറ്റ് അവധിയാണ്, ബുധനാഴ്ച. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നാളെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി വരുന്നത്. 16-ാം തീയതിയാണ്, ബുധനാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത്. ദെൻ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ അതായത് സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. എന്തോ ഒരു ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ഗ്രീനിലാണ്, പക്ഷേ മാർക്കറ്റ് ക്ലിയർലി അതൊരു ബെയറിഷ് ആയി കഴിഞ്ഞു. ഇനി സപ്പോർട്ടെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇവിടെ മന്ത്ലി CPRലാണ് ഇനി സപ്പോർട്ട് എടുക്കുന്നത്, അതായത് 73,000 എന്ന ഒരു ലെവലിലാണ് ഇനി സപ്പോർട്ട് മാർക്കറ്റ് എടുക്കേണ്ടത്. ഈ ഒരു സോണിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണം. മോസ്റ്റ് പ്രോബബ്ലി നാളെ ഇവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ചു കയറാം, അല്ലെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവും. ഞാൻ തിരിച്ച് കയറും എന്ന് പറയുന്നത് ഉറപ്പായിട്ട് പറയുന്നതല്ല, അവിടെ നോർമലി സപ്പോർട്ട് എടുത്ത് കയറാറുണ്ട്. ഇൻ കേസ് തിരിച്ച് കയറാനുള്ള മാർക്കറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പൊങ്ങും എന്നുദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സോ ഇവിടെ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ഹൈ ഒന്ന് ടച്ച് ചെയ്തു, ഇന്നലെ. എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ വന്നു. സ്വാഭാവികമായിട്ടും ഈ മാസത്തെ മന്ത്ലി ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച് ആ ലെവലിൽ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. 10,805 801 ലെവലിലാണ് ഈ മാസത്തെ ഹൈ പ്രതീക്ഷിച്ചിരുന്നത്, അവിടെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 700 ലെവലിൽ ഇതിന് സപ്പോർട്ട് കിട്ടും. ഇനി അതല്ല ശരിക്കും ഇറങ്ങുന്നുണ്ടെങ്കിൽ 640 590 600 10,600 ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫർദർ ഫോൾ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇനി ഇവിടെ ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ ബാങ്ക് നിഫ്റ്റി ക്ലിയർലി ബെയറിഷ് ആയിക്കഴിഞ്ഞു. ദെൻ അതിന് ഇനി ഒരു സപ്പോർട്ട് വരാനുള്ളത് 47,440 നമ്മുടെ മന്ത്ലി ലെവലിലുള്ള റാസ് ലെവൽസ്. അത് പൊട്ടുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോണാണ് 46,800 ലെവലിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങി പോകേണ്ടത്. സോ ഇവിടെ നിന്ന് ഈ കയറി വന്ന് ഒരു ഹൈ ടച്ച് ചെയ്തിട്ട് ഇവിടെ വന്നു. ഇനി ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, കൺസോൾട്ടേഷൻ ആവാം, അല്ലെങ്കിൽ തിരിച്ച് അപ്പ് പോവാം, അല്ലെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാകും. ഇവിടെ എന്തായാലും ഒന്ന് സ്ലോ ആവും മാർക്കറ്റ്.
ഓൾ റൈറ്റ്, ഇനി ഇതൻ നമുക്ക് ബാങ്ക് എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബാങ്ക് എക്സിൻ്റെ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ക്ലിയർലി ബെയറിഷ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ഹൈയിലാണ് ഇപ്പോൾ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ ഇതിന് കുറേ അധികം ഇറങ്ങാണ്ട് 20,700 ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ 12-ാം തീയതിത്തെ വീഡിയോ ആണ്. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന 808 പേരാണ്. ഈ ചാനൽ ഇതുവരെ ആയിട്ട് 9,440 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ 52 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. ചോദ്യങ്ങൾ, കമൻറ്റുകളെല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷാജു ജോർജ്, സ്റ്റോപ്പ് ലോസിനെ പറ്റി ഞാൻ പറഞ്ഞ കമൻറ്റിന് താങ്കൾ പറഞ്ഞ വിശദീകരണം വളരെ പക്വതയുള്ളതും തൃപ്തികരവും ന്യായവുമാണ്. താങ്ക് യു വെരി മച്ച് ഡിയർ ബ്രദർ. ഫിയർ ഫാക്ടർ കൂടുതലുള്ളവർ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും സ്വാഭാവികമായി അത് സംഭവിക്കുകയും ചെയ്യും. താങ്ക് യു. സല്യൂട്ട് യുവർ ഗ്രേറ്റ് എഫേർട്സ് ഫോർ അനലൈസിങ് ദ മാർക്കറ്റ് and the nice presentation. Thank you very much, brother. Thank you, really appreciate it. And Shajan P, thank you very much. And Ajesh Kumar, thank you very much. Miyash Madapan, thank you very much. Abdul Rashid PP, thank you very much. And Tram Traveler Malayalam, thank you very much. Amsu Nalagat, thank you very much. And Kishore Kumar, excellent analysis of your stock and excellent presentation. Thank you very much. Vijay Kumar Tetikatel, thank you very much. User CK, good morning, thank you very much. Then Jay Chandran, thank you very much. Sajit Tampur, thank you very much. Night Trader, thank you very much. രതീഷ് ഗായത്രി, താങ്ക് യു വെരി മച്ച്. ബന്ധൻ ബാങ്ക് ഇപ്പോൾ ബൈ ചെയ്യാമോ? സ്വിംഗ് ട്രേഡിന് ആണ് ബന്ധൻ ബാങ്ക്. ഞാൻ ആ സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നില്ല, ഞാൻ നോക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ജയചന്ദ്രൻ സർ, നമ്മുടെ ലാഭം പേ ഔട്ട് എടുക്കാതെ സ്റ്റോക്കിൽ വീണ്ടും നിക്ഷേപിച്ചാൽ ടാക്സ് വരുമോ? മൊത്തത്തിൽ നമ്മൾ ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് CA-കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും മൊത്തത്തിൽ നിങ്ങൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത്. മഹീസ് ട്രാവൽ ബ്ലോഗ്സ്, താങ്ക് യു വെരി മച്ച് സർ. സ്കാൽപ്പിംഗ് ട്രേഡ് ആണോ ചെയ്യുന്നത്? ഞാൻ സ്കാൽപ്പിംഗ് ചെയ്യാറില്ല. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് ഒരു സെർട്ടൻ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ തന്നെയാണ് പ്രോഫിറ്റ് എടുക്കാറ്. ഫിറോസ് അലി, കമ്മിങ് സൂൺ നിഫ്റ്റി 22,909. ഫിറോസ് ബൈ റോങ് ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. നമുക്ക് അതേപോലെ ഇന്ന് രാവിലത്തെ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടിരിക്കുന്നത് 546 പേരാണ്. ദെൻ 17 കമൻറ്റുകൾ വന്നിട്ട്. കിഷോർ കുമാർ, എക്സലൻറ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. താങ്ക് യു വെരി മച്ച് ബ്രദർ. സാബു കുര്യാക്കോസ്, റഷീദ് ബൈ എക്സലൻറ്റ്, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. അജേഷ് കുമാർ, താങ്ക് യു. ട്രാം ട്രാവലർ മലയാളം, താങ്ക് യു. മിയാഷ് മാടപ്പൻ, താങ്ക് യു വെരി മച്ച്. റിജു ആൻ്റണി, താങ്ക് യു വെരി മച്ച്. റിജു ആൻ്റണി, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. KMX, താങ്ക് യു വെരി മച്ച്. അംസു നാലകത്ത്, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വാർത്താ ശകലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു അറിവുകളെല്ലാം ഇവിടെ കമൻറ്റ് ചെയ്യുക. പരമാവധി അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരോട് ഷെയർ ചെയ്യാൻ ഞാനത് എന്നാൽ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.